നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. മഴ ശക്തമായതോടെ പീച്ചി ഡാം കൂടുതൽ തുറന്നു. 4 ഷട്ടറുകളും 12 ഇഞ്ച് ഉയരത്തിലാണ് തുറന്ന് വെള്ളമൊഴുക്കുന്നത്. മണലിപ്പുഴ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന സ്ഥിതിയിലായി. കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലെ സീലിംഗ് ഭാഗികമായി അടർന്നു വീണു. ശനിയാഴ്ച രാത്രിയിലാണ് സംഭവം. ഞായറാഴ്ച കമ്മ്യൂണിറ്റി ഹാളിൽ നടത്താനിരുന്ന യോഗം ഹാളിലുണ്ടായ അപകടത്തെ തുടർന്ന് മറ്റൊരിടത്തേക്ക് മാറ്റി. ക്ഷേത്രങ്ങളിൽ ഇല്ലനിറ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. പറപ്പൂക്കര പഞ്ചായത്ത് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ 7 ദിവസം നീണ്ടു നിൽക്കുന്ന സൗജന്യ ഔഷധക്കഞ്ഞി വിതരണം ആരംഭിച്ചു. നന്ദിക്കര ജനകീയ ഹോട്ടലിൽ പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. വരാക്കര സൗത്ത് ഇൻഫന്റ് ജീസസ് പള്ളിയിൽ ഉണ്ണീശോയുടെ 19ാമത് ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. പാട്ടുകുർബാനയ്ക്ക് ഫാദർ ബാസ്റ്റിൻ പുന്നോലിപ്പറമ്പിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു. പ്രായപൂർത്തിയാകാത്ത അതിജീവിതയെ വിവാഹ വാഗ്ദാനം ചെയ്ത് ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതിയെ ബാംഗ്ലൂരിൽ നിന്നും തൃശൂർ ഈസ്റ്റ് പോലീസ് പിടികൂടി. കൊടകരയിൽ നൽകിയ പരാതിയെ തുടർന്നായിരുന്നു അറസ്റ്റ്. വാർത്തകൾ വിശദമായി. പീച്ചി ഡാമിൻ്റെ ഷട്ടറുകൾ 12 ഇഞ്ചായി തുറന്നു. ഞായറാഴ്ച രാവിലെയാണ് ഡാമിൻ്റെ 4 ഷട്ടറുകളും 4 ഇഞ്ച് വീതം കൂട്ടി തുറന്നത്. 8 ഇഞ്ച് വീതം ഷട്ടറുകൾ തുറന്നിരുന്നു. ഇതോടെ മണലിപ്പുഴയിലെ ജലനിരപ്പിൽ നേരിയ വർധനവും ഒഴുക്കുമുണ്ടായി. അതേസമയം കഴിഞ്ഞ ദിവസം മുതൽ ഞായറാഴ്ച രാവിലെ വരെ ഉണ്ടായ അതിശക്ത മഴയെ തുടർന്ന് മണലിപ്പുഴ നിറഞ്ഞൊഴുകുകയാണ്. പുഴയിൽ വെള്ളം നിറഞ്ഞ സ്ഥിതിയായത് തീരമേഖലകളിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ജാഗ്രത തുടരാനാണ് നിർദ്ദേശം. ഞായറാഴ്ച പകൽ മഴ ശക്തി കുറഞ്ഞത് നേരിയ ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും നെന്മണിക്കര, തൃക്കൂർ, അളഗപ്പനഗർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണം. കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിനുള്ളിലെ സീലിംഗ് ഭാഗികമായി അടർന്നു വീണു. ശനിയാഴ്ച രാത്രിയിലാണ് സംഭവം. ഹാളിനുള്ളിലെ സ്റ്റേജിന് മുൻവശത്തെ സീലിംഗിൽ സ്ഥാപിച്ചിരുന്ന ജിപ്സം ബോർഡാണ് ഭാഗികമായി അടർന്ന് നിലംപതിച്ചത്. രാത്രിയിൽ ആളില്ലാത്ത സമയത്തായതിനാൽ അപകടം ഒഴിവായി. ശക്തമായ മഴയിൽ ഈർപ്പം തട്ടിയതാണ് തകർന്നു വീഴാൻ കാരണമെന്ന് സംശയിക്കുന്നു. അതേസമയം ഞായറാഴ്ച കമ്മ്യൂണിറ്റി ഹാളിൽ നടത്താനിരുന്ന യോഗം ഹാളിലുണ്ടായ അപകടത്തെ തുടർന്ന് ഇവിടെ നിന്ന് മാറ്റി. ഹാളിൽ എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണികൾ നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. സംയോജിതമായി അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാലാണ് കമ്മ്യൂണിറ്റി ഹാളിൻ്റെ സീലിംഗ് അടർന്നു വീഴാനിടയാക്കിയതെന്ന് കൊടകര പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് വിനയൻ തോട്ടാപ്പള്ളി ആരോപിച്ചു. ഹാളിൽ പല ഭാഗത്തും ചോർച്ച അനുഭവപ്പെടുന്നുണ്ടെന്നും വിനയൻ പറഞ്ഞു. എത്രയും വേഗം കമ്മ്യൂണിറ്റി ഹാളിൻ്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് വിനയൻ തോട്ടാപ്പള്ളി ആവശ്യപ്പെട്ടു. കൊടകര പഞ്ചായത്തിൻ്റെ കീഴിലുള്ള കൊടകര കമ്മ്യൂണിറ്റി ഹാളിൻ്റെ ഒരു ദയനീയമായ അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ലക്ഷങ്ങൾ ചെലവാക്കി മെയിൻ്റനൻസ് വർക്ക് ചെയ്ത കമ്മ്യൂണിറ്റി ഹാളിൻ്റെ സീലിംഗ് കഴിഞ്ഞ ദിവസം ഇടിഞ്ഞു വീഴുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. നിർഭാഗ്യവശാൽ ആ ഇടിഞ്ഞു വീഴുന്ന സമയത്ത് ഫംഗ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് കാലാകാലങ്ങളായി മെയിൻ്റനൻസ് വർക്ക് നല്ല രീതിയിൽ നടക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഈ ദുരവസ്ഥ ഈ കമ്മ്യൂണിറ്റി ഹാളിന് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ഈ കൊടകര പഞ്ചായത്തിലെ പാവങ്ങൾക്ക് ആശ്രയിക്കാവുന്ന ഏകൊരു ഹാളാണിത്. ഇതിൻ്റെ ഈ അവസ്ഥ ഇങ്ങനെ തുടർന്നാൽ പ്രക്ഷോഭപരിപാടികൾ ആരംഭിക്കുന്നതാണ്. ഇത് എത്രയും പെട്ടെന്ന് ഇത് നേരെയാക്കി ഇതിൻ്റെ സേവനം ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തൊട്ടിപ്പാൾ ഭഗവതി ക്ഷേത്രത്തിലെ ഇല്ലം നിറ നടത്തി. ക്ഷേത്ര മേൽശാന്തി കീരമ്പിള്ളി ബിജു നമ്പൂതിരി, മഹാവിഷ്ണു ക്ഷേത്ര മേൽശാന്തി കല്ലുമംഗലം കൃഷ്ണൻ എമ്പ്രാന്തിരി എന്നിവർ നേതൃത്വം നൽകി. പുതുക്കാട് കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലം നിറ നടത്തി. മേൽശാന്തി EP ദാമോദരൻ നമ്പൂതിരി മുഖ്യകാർമ്മികനായിരുന്നു. ഇല്ലം നിറ പുത്തരി നിവേദ്യവും ഔഷധക്കഞ്ഞി വിതരണവും ഉണ്ടായി. നിത്യേന നടന്നുവരുന്ന അന്നദാനവും തുടർന്നുണ്ടായിരുന്നു. 3 മുറി 9 സുബ്രഹ്മണ്യ സമാജത്തിന് കീഴിലെ ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും വിവിധ ചടങ്ങുകളോടെ നടന്നു. വിശേഷാൽ പൂജകൾ, അന്നദാനം എന്നിവയും ഉണ്ടായി.
ചടങ്ങുകൾക്ക് ക്ഷേത്രം ഉപദേഷ്ടാവ് മണികണ്ഠൻ ശാന്തി, മേൽശാന്തി കുട്ടൻ എന്നിവർ നേതൃത്വം നൽകി. പറപ്പൂക്കര പഞ്ചായത്ത് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ 7 ദിവസം നീണ്ടുനിൽക്കുന്ന സൗജന്യ ഔഷധ കഞ്ഞി വിതരണം നന്ദിക്കര ജനകീയ ഹോട്ടലിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് ഉദ്ഘാടനം ചെയ്തു. ആഗസ്റ്റ് 2 വരെയാണ് രാവിലെ 10 മുതൽ കഞ്ഞി വിതരണം ഉണ്ടായിരിക്കുക. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ NM പുഷ്പാകരൻ, പഞ്ചായത്ത് സെക്രട്ടറി CN നിധിൻ, അസിസ്റ്റന്റ് സെക്രട്ടറി MK വിജയൻ എന്നിവർ പ്രസംഗിച്ചു. വരാക്കര സൗത്ത് ഇൻഫന്റ് ജീസസ് പള്ളിയിൽ ഉണ്ണീശോയുടെ 19ാമത് ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. പാട്ടുകുർബാനയ്ക്ക് ഫാദർ ബാസ്റ്റിൻ പുന്നോലിപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ എഡ്വിൻ കൊമ്പൻ, ഫാദർ പോൾ ആലപ്പാട്ട് എന്നിവർ സഹകാർമ്മികരായി. തുടർന്ന് നേർച്ച ഊട്ടും നടന്നു. വികാരി ഫാദർ ജെയ്സൺ ചിറ്റിലപ്പള്ളി, കൈക്കാരന്മാരായ ലിറ്റോ ജോസ് മടത്തുംപടി, ജോയ് ആച്ചാണ്ടി, സോമൻ ജോസ് അഞ്ചേരി, തിരുനാൾ കമ്മിറ്റി കൺവീനർ ബാബു പ്ലാക്ക എന്നിവർ നേതൃത്വം നൽകി. സോളമന് ദൈവം കൊടുത്തൊരു വാഗ്ദാനമുണ്ട്. ഞാൻ മഴ തരാതെ ആകാശം അടയ്ക്കുകയും നിങ്ങളുടെ ദേശത്ത് കൃഷി വെട്ടുകിളികൾ നശിപ്പിക്കുകയും നിങ്ങളുടെ ഇടയിൽ മഹാമാരി സംഭവിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ എന്റെ നാമം തോർന്ന് എന്റെ ജനം മനസ്സ് തിരിഞ്ഞ് എന്റെ ആലയത്തിൽ വന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചാൽ ഞാൻ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യും. മിശിഹായുടെ വിജയമാധ്യസ്ഥത്തിന് മഴ ശക്തമായതോടെ തകർന്ന ഭരത ചെമ്പങ്കണ്ടം പഞ്ചായത്ത് റോഡിൻ്റെ അവസ്ഥ കൂടുതൽ പരിതാപകരമായി. വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ പോലും സാധിക്കാത്ത സ്ഥിതിയിലാണ് റോഡിൻ്റെ പല ഭാഗങ്ങളും. ടാക്സി ഡ്രൈവർമാർ ആഗസ്റ്റ് 1 മുതൽ ഓടാൻ കഴിയില്ലെന്ന നിലപാടിലാണ്. തൃക്കൂർ പഞ്ചായത്തിലെ 9ാം വാർഡിലെ റോഡാണിത്. നിരവധി സ്കൂൾ ബസ്സുകളും 2 സ്വകാര്യ ബസ്സുകളും ഓടുന്ന റൂട്ടിനാണ് ഈ ദുരവസ്ഥ. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയുടെ ശതോത്തര സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നിർമ്മിച്ച കാരുണ്യ ഭവനത്തിൻ്റെ വെഞ്ചരിപ്പ് കർമ്മം നടത്തി. അതിരൂപത വികാരി ജനറൽ ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ മുഖ്യ കാർമ്മികനായിരുന്നു. 50 ലക്ഷം രൂപ ചെലവിൽ 4 കുടുംബങ്ങൾക്ക് താമസിക്കാവുന്ന സൗകര്യത്തിലാണ് കാരുണ്യ ഭവനം നിർമ്മിച്ചിരിക്കുന്നത്. ഇടവകയിൽ സ്വന്തമായി സ്ഥലവും വീടുമില്ലാത്ത 4 കുടുംബങ്ങൾക്ക് താമസിക്കുന്നതിന് ഭവനം കൈമാറുന്നതിനാണ് പദ്ധതി. ഇടവകയിലെ കുടുംബങ്ങളിൽ നിന്ന് നോമ്പുകാല പരിത്യാഗമായി ലഭിച്ച തുകയും സുമനസ്സുകൾ നൽകിയ സംഭാവനയുമായി ചേർത്താണ് കാരുണ്യ ഭവന നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഭവനം നിർമ്മിക്കുന്നതിന് ആവശ്യമായ സ്ഥലം മഞ്ഞളി ആൻ്റണി സൗജന്യമായി പള്ളിയിലേക്ക് നൽകിയതാണ്. ചടങ്ങിൽ വികാരി ഫാദർ ജോർജ് എടക്കളത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജാക്സൺ തെക്കേക്കര, പഞ്ചായത്ത് അംഗം അശ്വതി പ്രവീൺ, കൈക്കാരൻ ലിൻഡോ കൊമ്പൻ, ഫാദർ ചാക്കോ നടക്കേവിളിയിൽ, ഫാദർ സാജൻ പിണ്ടിയാൻ, കാരുണ്യ ഭവന നിർമ്മാണ കൺവീനർ വിഡന്നി പിണ്ടിയാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഏറ്റവും കൂടുതൽ അധ്വാനിച്ചത് ജയ്സനച്ചനാണ്. പേരേഴ്സ് വായിക്കാൻ കൊടുത്ത് അവർ മടുത്തുപോയി. ജയ്സൻ ഒരിക്കലും മടുപ്പില്ലാത്ത വിധത്തിലൂടെയുള്ള കായികാധ്വാനം കാഴ്ചവെച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജയ്സനച്ചനെ നന്ദിയോടെ ഓർക്കുകയാണ്. അച്ഛൻ്റെ ജീവിതത്തിൻ്റെ ആ വിനയവും പ്രായപൂർത്തിയാകാത്ത അതിജീവിതയെ വിവാഹ വാഗ്ദാനം ചെയ്ത് ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതിയെ ബാംഗ്ലൂരിൽ നിന്നും തൃശൂർ ഈസ്റ്റ് പോലീസ് പിടികൂടി. പാലക്കാട് നെന്മാറ തിരുവാഴിയാട് സ്വദേശിയായ പറയപ്പള്ളം വീട്ടിൽ 23 വയസ്സുള്ള രഞ്ജിത്തിനെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. 2023 ജൂൺ മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. വിവാഹ വാഗ്ദാനം നൽകി തൃശൂരിലെ ലോഡ്ജിലും പ്രതിയുടെ നെന്മാറയിലുള്ള വീട്ടിലും വെച്ച് പലതവണ ലൈംഗിക പീഡനം നടത്തി. അതിജീവിതയെ കബളിപ്പിച്ച് ബാംഗ്ലൂരിലുള്ള കൂട്ടുകാരന്റെ ഫ്ളാറ്റിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. ഈ വർഷം കൊടകര സ്റ്റേഷനിൽ ലഭിച്ച പരാതിയെ തുടർന്നാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. തൃശൂർ സിറ്റിയിലെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ലോഡ്ജിൽ വെച്ചാണ് പീഡനം നടന്നത്. തൃശൂർ ടൗൺ അസിസ്റ്റന്റ് കമ്മീഷണർ സലീഷ് N ശങ്കരന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘമാണ് അന്വേഷണം ആരംഭിച്ചത്. തുടർന്നുള്ള ശാസ്ത്രീയ അന്വേഷണത്തിൽ പ്രതി ബാംഗ്ലൂരിലാണെന്നും പോലീസ് മനസ്സിലാക്കി. അന്വേഷണ സംഘം അവിടെ എത്തി സുഹൃത്തിന്റെ ലോഡ്ജ് മുറിയിൽ നിന്നും പ്രതിയെ പിടികൂടുകയായിരുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ഇയാൾക്കെതിരെ തൃശൂർ, പാലക്കാട് ജില്ലകളിലുമായി 3 കേസുകളുണ്ട്. ഈസ്റ്റ് ഇൻസ്പെക്ടർ MJ ജിജോ, കൊടകര സ്റ്റേഷൻ SI EV സുരേഷ്, തൃശൂർ ഈസ്റ്റ് SI ബിബിൻ P നായർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ശ്രീജ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജിബിൻ സൂരജ്, സിവിൽ പോലീസ് ഓഫീസർ അജ്മൽ, കൊടകര സ്റ്റേഷൻ സിവിൽ പോലീസ് ഓഫീസർ അശ്വതി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്.
കലൂർ അയ്യങ്കോട് ഫ്രണ്ട് ലൈൻ ഗ്രൂപ്പ് കൊടകര ശാന്തി ആശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. തൃക്കൂർ പഞ്ചായത്ത് അംഗം കെ സലീഷ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പരിശോധനകൾക്ക് ഡോക്ടർ KP കല്യാണിക്കുട്ടി നേതൃത്വം നൽകി. ഡോക്ടർ നിർദ്ദേശിക്കുന്നവർക്ക് മരുന്നുകളും സൗജന്യമായി കൊടുത്തിരുന്നു. കാലാവസ്ഥ. കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. പാലപ്പള്ളി കന്നാറ്റുപാടം ഗവൺമെൻറ് ഹൈസ്കൂളിൽ HST ഗണിതം, ഇംഗ്ലീഷ് വിഷയങ്ങളിൽ അധ്യാപക ഒഴിവുകളുണ്ട്. അഭിമുഖം 29 രാവിലെ 11 സ്കൂൾ ഓഫീസിൽ. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9895460788. അളഗപ്പ നഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ നിലവിൽ ഒഴിവുകളുള്ള റെഗുലർ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് സീറ്റുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ തിങ്കളാഴ്ച നടക്കും. പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളും പുതിയതായി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവരും സമയക്രമം പാലിച്ച് സർട്ടിഫിക്കറ്റുകളും ഫീസും സഹിതം കോളേജിൽ എത്തിച്ചേരണം. ബ്രാഞ്ച് മാറ്റവും സ്ഥാപന മാറ്റവും അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാം. 1 മുതൽ 10,000 റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവർ തിങ്കളാഴ്ച രാവിലെ 9 മുതൽ 10 വരെയും, 10,001 മുതൽ 25,000 വരെ റാങ്കുള്ളവർ 10 മുതൽ 11 വരെയും, 25,001 മുകളിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവരും 11 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും ഉള്ള സമയങ്ങളിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 8086901412 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കലേറ്റുംകര K കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ ലെക്ചർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ട്രേഡ്സ്മാൻ മെക്കാനിക്കൽ, ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ എന്നീ തസ്തികയിലെ താൽക്കാലിക ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു. ലെക്ചറർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തസ്തികയിലേക്ക് 1ാം ക്ലാസ്സോടെ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദമാണ് യോഗ്യത. ട്രേഡ്സ്മാൻ മെക്കാനിക്കൽ, ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ എന്നീ തസ്തികകളിലേക്ക് KGCE സർട്ടിഫിക്കറ്റുള്ള 1ാം ക്ലാസ്സോടുകൂടിയ ITI ഡിപ്ലോമയുമാണ് യോഗ്യത. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ തിങ്കളാഴ്ച രാവിലെ 10 മണിയോടുകൂടി സർട്ടിഫിക്കറ്റുകൾ സഹിതം കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 048027207046. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9,110 രൂപ, പവന് 72,850 രൂപ. കല്ലൂർ പാലത്തുപറമ്പ് വള്ളുപ്പാറ പോൾ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭാര്യ ലില്ലി, ലിജോ, ലിൻഡോ, ലിബിൻ എന്നിവർ മക്കളും ബിൻസി, മേഘ എന്നിവർ മരുമക്കളുമാണ്. മരോട്ടിച്ചാൽ വടക്കുംചേരി ബേബി 65 വയസ്സ് അന്തരിച്ചു. സംസ്കാരം നടത്തി. പുതുക്കാട് തെക്കേത്തുറവ് ഇല്ലത്തുംചിറ ബാബു അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഷാജു, ബിജു, ഷീബ, ബിന്ദു എന്നിവർ മക്കളും സുബി, ജയ, രതീഷ്, ഷാജു എന്നിവർ മരുമക്കളുമാണ്. നന്ദിപുലം കാട്ടിലപ്പീടിക ജോണിയുടെ ഭാര്യ ഏലിയക്കുട്ടി അന്തരിച്ചു. 76 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജെയ്സൺ, ജോയി, ജോളി, ജെയിംസ് എന്നിവർ മക്കളും ലിനിജ, സിൽജി, ടെൻസൺ എന്നിവർ മരുമക്കളുമാണ്. നന്ദിപുലം മാഞ്ഞൂർ മുല്ലയ്ക്കപ്പറമ്പിൽ കുട്ടൻ്റെ ഭാര്യ ലളിത അന്തരിച്ചു. 62 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കാർത്തിക്, കാവ്യ എന്നിവർ മക്കളും ആര്യ, ബിബിൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഴ ശക്തമായതോടെ പീച്ചി ഡാം കൂടുതൽ തുറന്നു. 4 ഷട്ടറുകളും 12 ഇഞ്ച് ഉയരത്തിലാണ് തുറന്ന് വെള്ളമൊഴുക്കുന്നത്. മണലിപ്പുഴ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന സ്ഥിതിയിലായി. കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലെ സീലിംഗ് ഭാഗികമായി അടർന്നു വീണു. ശനിയാഴ്ച രാത്രിയിലാണ് സംഭവം. ഞായറാഴ്ച കമ്മ്യൂണിറ്റി ഹാളിൽ നടത്താനിരുന്ന യോഗം ഹാളിലുണ്ടായ അപകടത്തെ തുടർന്ന് മറ്റൊരിടത്തേക്ക് മാറ്റി. ക്ഷേത്രങ്ങളിൽ ഇല്ലനിറ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. പറപ്പൂക്കര പഞ്ചായത്ത് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ 7 ദിവസം നീണ്ടു നിൽക്കുന്ന സൗജന്യ ഔഷധക്കഞ്ഞി വിതരണം ആരംഭിച്ചു. നന്ദിക്കര ജനകീയ ഹോട്ടലിൽ പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു.
വരാക്കര സൗത്ത് ഇൻഫന്റ് ജീസസ് പള്ളിയിൽ ഉണ്ണീശോയുടെ 19ാമത് ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. പാട്ടുകുർബാനയ്ക്ക് ഫാദർ ബാസ്റ്റിൻ പുന്നോലിപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രായപൂർത്തിയാകാത്ത അതിജീവിതയെ വിവാഹ വാഗ്ദാനം ചെയ്ത് ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതിയെ ബാംഗ്ലൂരിൽ നിന്നും തൃശൂർ ഈസ്റ്റ് പോലീസ് പിടികൂടി. കൊടകരയിൽ നൽകിയ പരാതിയെ തുടർന്നായിരുന്നു അറസ്റ്റ്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.